My first steps. This lesson is an autobiographical account of a former Indian cricketer, Sunil Gavaskar. ഒരു മുൻകാല ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനായ സുനിൽ ഗവാസ്കറുടെ ആത്മകഥാപരമായ ഒരു വിവരണമാണ് ഈ പാഠം. He was born on 10th July 1949. 1949 ജൂലൈ മാസം 10-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. He was born on 10th July 1949. On the very first day of his birth, അദ്ദേഹം ജനിച്ച ആദ്യത്തെ ദിവസം തന്നെ അമ്മാവന്മാരിൽ ഒരാള് അദ്ദേഹത്തെ കാണാൻ വന്നു. One of his uncle, Mr. Narayan Masurekar, came to see the baby in the hospital. കുഞ്ഞിനെ കാണാൻ എവിടെയാ വന്നത്? ഹോസ്പിറ്റലിൽ. In the hospital. Then he noticed a small hole. അപ്പോഴ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു. Then he noticed a small hole on the left earlobe of the child. കുഞ്ഞിന്റെ ഇടത്തെ ചെവിയുടെ പുറംപാളിമേൽ ഒരു ചെറിയ സുഷിരം അദ്ദേഹം ശ്രദ്ധിച്ചു. പക്ഷേ but the very next day, തൊട്ടടുത്ത ദിവസം, when he came to see the baby in the hospital, കുഞ്ഞിനെ കാണാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ he found that the baby had not that hole on his earlobe. കുഞ്ഞിന് തന്റെ ചെവിയുടെ പുറംപാളിമേൽ ആ ഹോൾ കാണാൻ കഴിഞ്ഞില്ല. Everybody understood that the baby was mixed up with some other baby in the hospital. എല്ലാവർക്കും മനസ്സിലായി, അതായത് ഈ കുഞ്ഞ് ഹോസ്പിറ്റലിൽ മറ്റേതോ കുഞ്ഞുമായി കൂടിക്കഴിഞ്ഞു പോയി എന്ന്, മിക്സ്ഡ് അപ്പ് ആയി പോയി എന്ന്. He says this could have happened. അദ്ദേഹം പറയുന്നു, ഇത് സംഭവിച്ചിട്ടുണ്ടാവുക മിക്കവാറും ഇങ്ങനെ ആയിരിക്കാം. This could have happened at the time when the nurses were giving the baby a bath. നഴ്സുമാര് കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേരത്ത് കുഞ്ഞുങ്ങൾ തമ്മിൽ മാറിപ്പോയതായിരിക്കാമെന്ന്. ഉണ്ടോ? At the time, ആ സമയത്ത്, when the nurses were giving the baby a bath, നഴ്സുമാര് കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേരത്തെ ഉണ്ടായതായിരിക്കാം ഈ സംഭവം. ചോദ്യം, when was Sunil Gavaskar born? സുനിൽ ഗവാസ്കർ എപ്പോഴാണ് ജനിച്ചത്? സുനിൽ ഗവാസ്കർ was born on 10th July 1949. ഇത് പഠിക്കണം. സുനിൽ ഗവാസ്കർ was born on 10th July 1949. മറ്റൊരു ചോദ്യം, what was the strange thing that Narayan Masurekar noticed with the child? കുഞ്ഞിനെ സംബന്ധിച്ച് നാരായൺ മസുരേക്കർ ശ്രദ്ധിച്ച ആ വിചിത്രമായ കാര്യം എന്തായിരുന്നു? അപ്പം അത് ഇങ്ങനെയാണ്. he had a small hole. കുഞ്ഞിനൊരു ചെറിയ സുഷിരമുണ്ടായിരുന്നു. the child had a small hole on his left earlobe. കുഞ്ഞിന്റെ ഇടത്തെ ചെവിയുടെ പുറംപാളിമേൽ ഒരു ചെറിയ സുഷിരം ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഇയർ ലോബ്, ചെവിയുടെ ആ ലോബിന്മേൽ. ലോബ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് പാർട്ട്. താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം, who was the first person who noticed this birthmark? കുഞ്ഞിന്റെ ഈ ബർത്ത് മാർക്ക് ആദ്യം നോട്ടീസ് ചെയ്യുക, ശ്രദ്ധിക്കുക. ആ വ്യക്തി ആരായിരുന്നു? ഉത്തരം, ഹിസ് അങ്കിൾ നാരായൺ മസുരേക്കർ. ഞാൻ കാക്ക എന്നാ വിളിക്കുന്നേ സുനിൽ ഗവാസ്കർ അദ്ദേഹത്തെ. നാരായൺ മസുരേക്കർ എന്ന അമ്മാവനാണ് നോട്ടീസ് ദ ഹോൾ ഓൺ ഹിസ് ലെഫ്റ്റ് ഇയർ ലോബ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. ഇനി അമ്മാവൻ നാരായൺ മസുരേക്കർ ഇത് കണ്ടെത്തി. അപ്പൊ പിന്നെ എന്താ ഉടനെ ഉണ്ടാവുക? then a frantic search was followed in the hospital. പിന്നെ ഹോസ്പിറ്റലിൽ ഭ്രാന്ത് പിടിച്ച ഒരു അന്വേഷണം നടന്നു. at last, ഒടുവിൽ they could find the baby Gavaskar. അവർക്ക് ബേബി ഗവാസ്കറെ കണ്ടെത്താൻ കഴിഞ്ഞു. sleeping blissfully beside a fisher woman. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ആ കുഞ്ഞു ഗവാസ്കർ സ്ലീപ്പിംഗ്, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ബ്ലിസ്ഫുള്ളി, സന്തോഷത്തോടെ. ബിസൈഡ്, അരികെ. എ ഫിഷർ വുമൺ, ഒരു മുക്കുവ സ്ത്രീയുടെ ബെഡിന് അരികിൽ അവൻ കിടക്കുമായിരുന്നു കുഞ്ഞ്. അടുത്ത ചോദ്യം എന്താണ്? ഫ്രം വേർ ഡിഡ് ദേ ഫൈൻഡ് ദ മിസ്സിംഗ് ചൈൽഡ്? ഈ മിസ്സിംഗ് ചൈൽഡിനെ, കാണാതായ കുട്ടി അവരെവിടെന്നാ കണ്ടെത്തിയേ? ദേ ഫൗണ്ട് ഔട്ട് ദ മിസ്സിംഗ് ചൈൽഡ് ഫ്രം ദ ബെഡ് ഓഫ് അനദർ മദർ ഹു വാസ് എ ഫിഷർ വുമൺ. മറ്റൊരു അമ്മയുടെ ബെഡിൽ നിന്ന് കണ്ടെത്തി. അവരാവട്ടെ ഒരു മുക്കുവ സ്ത്രീ ആയിരുന്നു. ആ ഒരു സംഭവം മാത്രമല്ല, രണ്ടാമതൊരു സംഭവം കൂടി ആ പാഠത്തിൽ പറയുന്നുണ്ട്. അവനൊരു ബാലനായിരിക്കുന്ന സമയത്ത് സുനിൽ ഗവാസ്കർ, when he was a boy, he started playing cricket with his mother. അവൻ അമ്മയോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. They used to do their daily match with a tennis ball in the small gallery of their house. ഒരു ടെന്നീസ് ബോൾ കൊണ്ടാണ് അവരുടെ വീടിന്റെ ആ ചെറിയ ഗാലറിയിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചത്. One day,
While playing their daily match, ഒരിക്കല് ഡെയിലി മാച്ച് കളിക്കുന്ന നേരത്ത് സുനിൽ ഡിഡ് എ സ്ട്രേറ്റ് ഹിറ്റ്. സുനിൽ ഒരു നേരെ ഒരു അടി വെച്ചു കൊടുത്തു. ആൻഡ് ദ ബോൾ ഗോട്ട് ബാങ് ഓൺ ഹിസ് മദേഴ്സ് നോസ്. പന്ത് അമ്മയുടെ മൂക്കിന്മേൽ അടിച്ചുകൊണ്ടു. ഇറ്റ് സ്റ്റാർട്ട് ബ്ലീഡിങ്. അമ്മയുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സീയിങ് ദിസ് ബ്ലഡ്, ഈ ചോര കണ്ടിട്ട് സുനിൽ ഗോട്ട് ഫ്രൈറ്റൻഡ്. അവൻ ശരിക്കും പേടിച്ചു പോയി. ഹി ഗോട്ട് ഫ്രൈറ്റൻഡ്. ബട്ട് സുനിൽസ് മദർ, പക്ഷെ സുനിലിന്റെ അമ്മയോ, ഷീ വാഷ്ഡ് ഹെർ ഫേസ്, അമ്മ മുഖം കഴുകി. ആൻഡ് ആസ് ദ ബ്ലീഡിങ് സ്റ്റോപ്ഡ്, ചോര നിന്നപ്പോഴോ, ഷീ കണ്ടിന്യൂഡ് ദ ഗെയിം വിത്ത് ഹിം, മകനോടൊപ്പം അവര് ഗെയിം തുടർന്നു. അപ്പോ ഇതാണ് സുനിലിന്റെ അമ്മ ചെയ്ത കാര്യം. ഓക്കെ, ഫ്രം where did they do their daily match? എവിടെന്നാ അവർ അവരുടെ ഡെയിലി മാച്ച് കളിച്ചത്? ഉത്തരം, they played their daily match from the small gallery of their house. അവരുടെ വീടിന്റെ ആ സ്മോൾ ഗാലറിയിൽ നിന്ന്, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ വീടിന്റെ മുന്നിൽ, അവിടെ നിന്നുണ്ട്. How did the Gavaskar's mother's nose get injured? ഗവാസ്കറുടെ അമ്മയുടെ മൂക്ക് എങ്ങനെയാണ് ഇഞ്ചർ ആയത്? Did it get injured? എങ്ങനെയാണ് അത് പരിക്ക് പറ്റിയത്? While playing their daily match, Sunil gave a straight hit. ഡെയിലി മാച്ച് കളിക്കുന്ന നേരത്ത് സുനിൽ ഒരു സ്ട്രേറ്റ് ഹിറ്റ് കൊടുത്തു. And the ball got banged his mother's nose and it began bleeding. ഇത് ചോര വരാൻ തുടങ്ങി. Although it was a tennis ball, അതൊരു ടെന്നീസ് ബോൾ ആയിരുന്നെങ്കിൽ കൂടി the distance between two of them was very short. അമ്മയും മകനും നിന്നിരുന്ന ദൂരം വളരെ ചെറുതായിരുന്നു. The distance between two of them was very short and it caused for the injury. അതാണ് ഈ പരിക്കുണ്ടാവാനായിട്ട് കാരണമായത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു കഥയുണ്ട്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സുനിൽ says that the most vivid recollection in his childhood cricket playing days is the time he almost broke his mother's nose. തന്റെ അമ്മയുടെ മൂക്കടിച്ചു പൊട്ടിച്ച സംഭവമാണ് തന്റെ ബാല്യകാല കുട്ടിക്കാലത്തെ ഓർമ്മ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത് എന്ന്. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് സുനിലിന്റെ ബോയ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സിലെ വിവിഡ് റികളക്ഷൻ, തെളിഞ്ഞു നിൽക്കുന്ന ഓർമ്മ എന്ന്. വിവിഡ് റികളക്ഷൻ, ഉത്തരം എന്താണ്? ദ ഇൻസിഡന്റ് while he almost broke his mother's nose. അവന്റെ അമ്മയുടെ മൂക്ക് അടിച്ചു പൊട്ടിച്ച സംഭവം. ഇനി സുനിൽ ഹാഡ് ക്രിക്കറ്റ് ഇൻ ഹിസ് ബ്ലഡ്. സുനിലിന്റെ രക്തത്തിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പാഠത്തിൽ പലതവണ സുനിൽ പറയുന്നുണ്ട്. ഹിസ് ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ. അതിന് ചൂണ്ടിക്കാണിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അച്ഛൻ നല്ലൊരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്ലബ് ക്രിക്കറ്റിംഗ് ഏജിൽ. അദ്ദേഹത്തിന്റെ അമ്മാവൻ മാധവ് മന്ത്രി ഓൾസോ പ്ലേഡ് 4 ഒഫീഷ്യൽ ടെസ്റ്റ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി 4 ഒഫീഷ്യൽ ടെസ്റ്റ് കളിച്ച ആളാണ് അദ്ദേഹം. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ആളാണ് മാധവ് മന്ത്രി, അമ്മയുടെ സഹോദരൻ. സുനിൽ ലവ്ഡ് ടു ഗോ ടു ഹിസ് അങ്കിൾസ് ഹൗസ്. എപ്പോഴും അമ്മാവന്റെ വീട്ടിൽ പോകാനാ സുനിലിന് ഇഷ്ടം. എന്താ കാര്യം? whenever he visited his uncle's house, അമ്മാവന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ he would linger over the many souvenirs his uncle had. അമ്മാവൻ ഉണ്ടായിരുന്ന ഒരുപാട് സുവനിയേഴ്സിന്റെ മേളില് ഇങ്ങനെ കൊതിയോടെ നോക്കുമായിരുന്നു, ലിങ്കർ ഓവർ ചെയ്യുമായിരുന്നു. among those souvenirs, ആ സുവനിയേഴ്സിന്റെ കൂട്ടത്തിൽ the one he liked most was the stump bearing the autograph of the 1952 India and England teams. ഇന്ത്യ ഇംഗ്ലണ്ട് 1952 ഇന്ത്യ ഇംഗ്ലണ്ട് ടീമിന്റെ ഓട്ടോഗ്രാഫ് ഉള്ള സ്റ്റംപ്. one day, ഒരു ദിവസം, he even asked his uncle, അമ്മാവനോട് ചോദിച്ചു, if he could take one, അമ്മാവ ഞാനൊരു സുവനിയർ എടുത്തോട്ടെ എന്ന്. പക്ഷേ അമ്മാവന്റെ മറുപടി എന്തായിരുന്നു? but his uncle refused to give any of these souvenirs and told him that he must work hard and sweat to earn India colors. ഈ ഇന്ത്യ കളേഴ്സ് കിട്ടണമെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നിട്ട് നീ വേർപ്പെടുക്കണം. സ്വെറ്റ്, വേർപ്പെടുക, SWEAT, സ്വെറ്റ്. സ്വെറ്റിന് വിയർപ്പ് എന്നും അർത്ഥമുണ്ട് നൗണായിട്ട്, സ്വെറ്റ് വിയർപ്പൊഴുക്കുക എന്നും അർത്ഥമുണ്ട് നൗണായിട്ടും വെർബായിട്ടും. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. ഇനി ഹിസ് അങ്കിൾ ടോൾഡ് ഹിം ദാറ്റ്, അമ്മാവൻ പറഞ്ഞു അവനോട്, അതായത് there is no shortcut to the top. അമ്മാവൻ നല്ലൊരു മെസ്സേജ് കൊടുത്തു അല്ലെ ആ സംഭവത്തിലൂടെ. എന്താണ്? കുറുക്ക് വഴികളിലൂടെ മുകളിൽ എത്താൻ പറ്റില്ല മോനെ, എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്താൽ ആ മുകളിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നല്ല പാഠമാണ് അമ്മാവൻ നൽകിയത്. എന്തായാലും റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതലേ ഗവാസ്കർ വാണ്ടഡ് ടു ബിക്കം എ ബാറ്റ്സ്മാൻ. ഗവാസ്കറിന് ഒരു ബാറ്റ്സ്മാൻ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഹേറ്റഡ് ലൂസിങ് ഹിസ് വിക്കറ്റ്. വിക്കറ്റ് നഷ്ടപ്പെടാൻ അവന് ഇഷ്ടമല്ലായിരുന്നു. ദിസ് ബിക്കെയിം സച്ച് ആൻ ഒബ്സഷൻ ദാറ്റ്, അത് അത്രയ്ക്ക് ഒരു വലിയ ഒഴിയാബാധ പോലെ, ജ്വരം പോലെ, ഒബ്സഷൻ പോലെ അവനെ പിടികൂടി. അതായത്
ഇഫ് ദ റെസ്റ്റ് ഓഫ് ദ ബോയ്സ്, ബാക്കിയുള്ള പിള്ളേര് എവർ ഗോട്ട് ഹിം ഔട്ട്, എപ്പോഴെങ്കിലും അവൻ ഔട്ടാക്കിയാല് ഹി വുഡ് ഫൈറ്റ്, അവൻ അവരോട് തല്ലുപിടിക്കും. ആൻഡ് ഇവൻച്വലി വാക്ക് ഹോം, ഒടുവിൽ വീട്ടിലേക്ക് തിരിച്ചു നടക്കും. വിത്ത് ദ ബാറ്റ് ആൻഡ് ദ ബോൾ, കാരണം ബാറ്റും ബോളും അവൻ്റെതാണ്, വേറെ ഒരു കുട്ടിയുടെയിലും ബാറ്റും ബോളും ഇല്ല. ബാറ്റും ബോളും കൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കളി അവസാനിക്കും. ഗവാസ്കർ ഗോട്ട് ഔട്ട് ബൈ ദ അതർ പ്ലെയേഴ്സ് ഹി വുഡ് ഫസ്റ്റ് ആർഗ്യൂ, ആദ്യം അവൻ അവരോട് വഴക്കടിക്കും, തർക്കിക്കും. വിത്ത് ദം ആൻഡ് ഇവൻച്വലി, അവസാനമായിട്ട് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും? വാക്ക് ഔട്ട് വിത്ത് ഹിസ് ബാറ്റ് ആൻഡ് ബോൾ, ബാറ്റും ബോളും കൊണ്ട് വാക്ക് ഔട്ട് ചെയ്യും. ആസ് ഹി വാസ് ദ ഓൺലി ഓണർ ഓഫ് ദ ബാറ്റ്, ബാറ്റുള്ള ഒരേ ഒരു ഉടമ എന്ന കളിക്കാരൻ അവൻ മാത്രമായിരുന്നു. ആ നാട്ടിൻപുറത്ത് വേറെ ആർക്കും ബാറ്റും ബോളും ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട്. ഹിസ് വാക്കിംഗ് ഔട്ട് വുഡ് ബ്രിങ് ദ ഗെയിം ടു ആൻ അബ്രപ്റ്റ് എൻഡ്, അവൻ ഇങ്ങനെ വാക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഗെയിം പെട്ടെന്ന്, അബ്രപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി ഒരു എൻഡിലേക്ക് എത്തുമായിരുന്നു, കളി അവസാനിക്കുമായിരുന്നു. ദ ബോയ്സ് വുഡ് ദെൻ കേഴ്സ്, മറ്റു പിള്ളേർ അവനെ ശപിക്കും. ആൻഡ് കോൾ ഹിം നെയിംസ്, അവന് പല ചീത്ത പേരുകൾ വിളിക്കും, അഥവാ ചീത്ത വിളിക്കും. സുനിൽ ഹിംസെൽഫ് സേസ് ദാറ്റ് ഹി വാസ് നോട്ട് എ പെർഫെക്റ്റ് സ്പോർട്സ്മാൻ വിത്ത് എ ഗുഡ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ആ സമയത്ത് ഞാൻ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു സ്പോർട്സ്മാൻ ഒന്നും ആയിരുന്നില്ല എന്ന് സുനിൽ പറയാൻ. ഹവവർ ദ ടെൻഷൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്, എന്നാൽ ഈ ടെൻഷൻ നീണ്ടു നോക്കുക ഇല്ല. ആൻഡ് ദ ബോയ്സ് വുഡ് ബിക്കം ഫ്രണ്ട്ലി അഗെയിൻ, അവർ വീണ്ടും ഫ്രണ്ട്ലി ആകും. അറ്റ് ലാസ്റ്റ് ദേ ഓൾ ടുഗദർ ഫൗണ്ട് ഔട്ട് എ സൊല്യൂഷൻ, അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. വെനെവർ ഗവാസ്കർ ബാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ദി അതർ പ്ലെയേഴ്സ് ഡിസൈഡഡ് ബിഫോർ ഹാൻഡ്, മുൻകൂട്ടി നിശ്ചയിക്കും മറ്റു കളിക്കാര്, ദാറ്റ് ദേ വുഡ് അപ്പീൽ അറ്റ് എ പർട്ടിക്കുലർ ബോൾ, എന്താ ഒരു പ്രത്യേക ബോൾ എത്തുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടും. ആൻഡ് വെദർ ഗവാസ്കർ വാസ് ഔട്ട് ഓർ നോട്ട്, ഗവാസ്കർ ഔട്ടായാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം. ഹി ഹാഡ് ടു ഗോ ബൈ ദ മെജോറിറ്റി വെർഡിക്റ്റ്, ഭൂരിപക്ഷത്തിന്റെ വെർഡിക്റ്റ് പ്രകാരം പോകണമെന്ന്. ആൻഡ് ഹിസ് ഏർലി കോമ്രേഡ്സ് വേർ, ഗവാസ്കറുടെ ആദ്യകാല കോമ്രേഡ്സ് ആരൊക്കെയായിരുന്നു അറിയാമോ? ദി അംബി ബ്രദേഴ്സ്, മന്ദരേക്കർ ബ്രദേഴ്സ് ആൻഡ് സെവറൽ അതേഴ്സ്. അംബി ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, മന്ദരേക്കർ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ പലരും. They often played matches against teams made up of boys living in the neighboring building. തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ കുട്ടികളുമായിട്ട് അവർ മാച്ചസ് ഒക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു. ആൻഡ് ദർ വാസ് ട്രെമൻഡസ് ഇൻട്രസ്റ്റ് ഇൻ വിന്നിങ് ദ ട്രോഫീസ്, ട്രോഫിയൊക്കെ നേടുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ട്രെമൻഡസ് ഒത്തിരി, ഇൻട്രസ്റ്റ് താല്പര്യം, ഇൻ വിന്നിങ് ദ ട്രോഫീസ്, വിന്നിങ് നേടുന്നതിൽ, ട്രോഫികൾ നേടുന്നതിൽ. ദീസ് ട്രോഫീസ് വെയർ സ്മോൾ വൈറ്റ് മെറ്റൽ കപ്സ്, വെള്ള നിറത്തിലുള്ള മെറ്റൽ കപ്പുകളായിരുന്നു ഈ അന്നത്തെ കാലത്ത് ഈ ട്രോഫി എന്ന് പറയുന്നത്. ദേ ഓൾ കോൺട്രിബ്യൂട്ടഡ് മണി ടു ബൈ ദീസ് ട്രോഫീസ്, ₹1.50 വില വരും. ഇത് എല്ലാവരും കൂടി മണി കോൺട്രിബ്യൂട്ട് ചെയ്ത് പൈസ പിരിവിട്ടിട്ടാണ് ഇത് വാങ്ങിച്ചിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സുനിൽ ഗവാസ്കർ എന്നാണ് ജനിച്ചതെന്ന ചോദ്യം പഠിക്കണം. He was born on 10th July 1949. What did Gavaskar's uncle Narayan Masarkar notice? അമ്മാവൻ ആശുപത്രി വന്നപ്പോൾ എന്താ ശ്രദ്ധിച്ചത്? അദ്ദേഹം ശ്രദ്ധിച്ചത്, he came to see the baby in the hospital. He noticed a small hole near the top of the baby's left earlobe. കുഞ്ഞിന്റെ ലെഫ്റ്റ് ഇയർ ലോബിന്റെ മുകളിലായിട്ട് ഒരു സുഷിരം. അടുത്ത ചോദ്യം എന്താണ്? What was the horrible thing that happened the next day? പിറ്റേ ദിവസം സംഭവിച്ച ഭീകരമായ കാര്യം എന്തായിരുന്നു? The horrible thing that happened the next day was that baby Gavaskar after a bath was misplaced by the nurses. ഒരു കുളി കഴിഞ്ഞ് ബേബി ഗവാസ്കറിനെ നഴ്സുമാര് മിസ്പ്ലേസ് ചെയ്തു, സ്ഥലം മാറ്റി കിടത്തി. ഇൻ ഹിസ് പ്ലേസ് എ ഫിഷർ വുമൺസ് ബേബി വാസ് ലെഫ്റ്റ്, അവന്റെ സ്ഥാനത്ത് ഒരു മുക്കുവസ്ത്രീയുടെ കുഞ്ഞ് ബാക്കി ഉണ്ടായി തൊട്ടില്ല. ഇൻ ദ ക്രിബ് ആൻഡ് ബേബി ഗവാസ്കർ വാസ് പ്ലേസ്ഡ് ഇൻ ദ ക്രിബ് ഓഫ് ദ ഫിഷർ വുമൺസ് ബേബി, ബേബി ഗവാസ്കറെ കൊണ്ടുപോയിട്ട് ഫിഷർ വുമന്റെ ക്രിബിലും കിടത്തി. ഇറ്റ് വാസ് റിയലി ഹോറിബിൾ, ഇത് വളരെ ഹൊറിബിൾ ആയ ഒരു സംഭവമായിട്ട് പറയുവാണ്. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. Where was the missing child found? കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടി? The missing child was later found sleeping peacefully beside a fisher woman. ഫിഷർ വുമന്റെ അടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ചിരിച്ചു കിടക്കുന്ന കുട്ടിയെയാണ് പിന്നീട് കിട്ടിയത്. If Nan Kaka had not noticed the hole on his ear, where would he be living? Nan Kaka ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ എവിടെ ജീവിക്കുമായിരുന്നു? If Nan Kaka had not spotted the little hole very early, നേരത്തെ തന്നെ Nan Kaka ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ Gavaskar would have been brought up by the ഫിഷർ വുമൺസ് ഫാമിലി, ഫിഷർ വുമന്റെ കുടുംബം അവനെ വളർത്തുമായിരുന്നു. ആൻഡ് ഹിസ് ചാൻസസ് ഓഫ് ബിക്കമിങ് എ ക്രിക്കറ്റർ വുഡ് ഹാവ് ബീൻ നിയർലി ഇമ്പോസിബിൾ, ക്രിക്കറ്റർ ആവാനുള്ള ചാൻസസ് മിക്കവാറും അസാധ്യവുമാകുമായിരുന്നു.